ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് നല്ല കിടിയിലും ടേസ്റ്റിലും ഒരു ഇലിമ്പൻ പുളി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ ഇലിമ്പൻ പുളിക്ക് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഇവിടെ ഇലിമ്പൻ പുളി എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായില്ലേ പുളി ഏതാന്ന്. ആ പുളിയാണ് കേട്ടോ. ഇനി ഇത് നന്ന് കനം കുറച്ച് ഇതിൻ്റെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഞെടുപ്പുണ്ടല്ലോ, ഞെടുപ്പും അതിൻ്റെ ഒരു അപ്പുറം ഇപ്പുറമായിട്ട് ഈ പുളിയുടെ രണ്ട് സൈഡും ചലിച്ച് അങ്ങ് ചെത്തിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണേ. ഇനി എന്നിട്ട് ഇതുപോലെ കനം കുറച്ചൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ വലിയ കനത്തിലും വേണ്ട, എന്നാൽ തീരെ കനം കുറച്ചും വേണ്ട. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം വട്ടത്തിൽ. നമ്മൾ കഴുകി വാരി എടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ പുളി ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് നേരം ഇത് വെച്ച ശേഷമാണ് അച്ചാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ കായം വറുത്ത് പൊടിച്ചതും പിന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഈ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് കടുകും കൂടെ ചേർത്ത് കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഇലിമ്പൻപുളിയൊക്കെ അച്ചാറിടുമ്പോൾ ഉണ്ടല്ലോ, ഈ മൺചട്ടിയിൽ ഇടുന്നത് തന്നെയാണ് നല്ലത്. അല്ലാത്ത പാത്രങ്ങൾ അലൂമിനിയം ചീഞ്ചട്ടിക്കകത്തൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഇതിൻ്റെ ഈ പുളിയുടെ ഈ രാസപ്രവർത്തനം കൊണ്ടാണ് പാത്രം വേഗം കറുത്ത് ഒരു ഇതായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ കുടം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് നീളത്തിൽ കീറി അരിഞ്ഞിടണേ. വെളുത്തുള്ളി വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്, അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാൻ ഇടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇത് ഒന്ന് വാടി കിട്ടിയ ശേഷം നമ്മൾ പുരട്ടി യോജിപ്പിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കായവും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയുണ്ടല്ലോ, പുളിയും കൂടെ ഈ എണ്ണ ചൂടായി കിടക്കുന്ന ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് പുളി ഇരിക്കെ അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒട്ടും ഒരു സ്പൂണ് പോലും വെള്ളം നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് അച്ചാറാണല്ലോ, ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പൂത്തുപോകും. ഇലിമ്പൻപുളി അങ്ങനെ മറ്റച്ചാറ് പോലെ പെട്ടെന്ന് അങ്ങ് കേടായി പോകത്തില്ല, എന്നാലും ചേർക്കണ്ട വെള്ളം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. കാരണം ഇപ്പോൾ ഇതിന് പുളിയും ഉപ്പ് കൂടെ ആയി. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിച്ച് നല്ല പുളിയൊരു നല്ല വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയ ശേഷം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.